Rapid fire. സോ രാഹുൽ രാജ്, ഇനിയാണ് എന്റെ ഫേവറേറ്റ് സെഗ്മെന്റ്സ്. ഫസ്റ്റ് സെഗ്മെന്റ് റാപ്പിഡ് ഫയർ ആണ്. ഫടാഫട്ട് ആൻസർ കിട്ടണം എന്നൊക്കെയാണ് എന്റെ ആഗ്രഹം. കിട്ടിയാൽ കൊള്ളാം. ട്രൈ ചെയ്യാം. കമ്പ്യൂട്ടർ കീബോർഡ് ആൻഡ് മ്യൂസിക് കീബോർഡ്, രണ്ട് ഡിഫറൻസ്, രണ്ട് സിമിലാരിറ്റീസ്. രണ്ട് ഡിഫറൻസ്. കമ്പ്യൂട്ടർ കീബോർഡിൽ നിന്ന് മ്യൂസിക് ഉണ്ടാവില്ല. കമ്പ്യൂട്ടർ കീബോർഡ് ഇപ്പൊ പൊതുവെ ഒന്നെങ്കിൽ ഒരു കളർ ആയിരിക്കും, ഒന്നെങ്കിൽ ഫുൾ ബ്ലാക്ക് ആയിരിക്കും, അല്ലെങ്കിൽ ട്രാൻസ്പെറന്റ് ആയിരിക്കും, മറ്റേത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും. അപ്പൊ അതാണ് ഡിഫറൻസ്. സിമിലാരിറ്റി എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ കീബോർഡിലും മ്യൂസിക് ഉണ്ടാക്കാം എന്നൊക്കെ ചില സിമിലാരിറ്റി പറയണം അല്ലെ. സിമിലാരിറ്റി. കമ്പ്യൂട്ടർ കീബോർഡിന്റെ കീസ് ഒക്കെ വളരെ അടുത്തടുത്താണ്. മ്യൂസിക് കീബോർഡിന്റെ അതെ വളരെ അടുത്താണ്, ഒട്ടും ദൂരമില്ല. സിമിലാരിറ്റി. ഇനി അടുത്തത് ഒരു ഇനിയുള്ള സിമിലാരിറ്റി, കമ്പ്യൂട്ടർ കീബോർഡിൽ അടിച്ച സൗണ്ട് കേൾക്കും, ഒന്നുമില്ല മച്ചാനെ, ഇല്ല. ഇപ്പൊ എത്ര വയസ്സായി? 34. ഉള്ളതാണോ? ഉള്ളതാ. ഈ വയസ്സിനുള്ളിൽ എത്ര മ്യൂസിക് ചെയ്തിട്ടുണ്ട്? 14 സിനിമയായി. എത്ര കോപ്പി അടി? കോപ്പി അടിച്ചിട്ടില്ല, ഉറപ്പായിട്ടും കോപ്പി അടിച്ചിട്ടില്ല. രാഹുലിന്റെ പാട്ട് കേട്ട് വീണ പെൺകുട്ടികളുടെ എണ്ണം വളരെയധികം ഉണ്ട്. ആദ്യം പറഞ്ഞ പോലെ കൈവിരലും കാൽവിരലും ഒന്നും പോരാണ്ട, ഒട്ടും പോരാ. ഒരു 25 സപ്പോസ്. അതൊന്നുമല്ല, കാരണം ആക്സെപ്റ്റ് ചെയ്തു എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ അവരെയും കൊണ്ട് കറങ്ങാനൊന്നും നടക്കുന്നില്ലല്ലോ. ഇതൊരു ഇൻഫാക്ച്വേഷൻ. ഒരു സംഭവം ഇഷ്ടപ്പെടുമ്പോൾ നമുക്ക് ഒരാളോട് തോന്നുന്നൊരു ഇഷ്ടമാണ്. അതിപ്പോ നമ്മളോട് പേഴ്സണലി ഇപ്പൊ നമ്മളുടെ കൂടെ കറങ്ങാനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകാനോ അങ്ങനത്തെ ഒരു ഇഷ്ടമാണെന്നില്ല. നമ്മളോടുള്ള ഇഷ്ടം എന്ന് പറയുന്നത് നമ്മളുടെ പാട്ട് കേട്ടിട്ട് നമ്മുടെ കലയോടുണ്ടായിരുന്ന ഇഷ്ടമാണ്. ആൻഡ് മൈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ, എത്ര പെൺകുട്ടികളെ കിസ് അടിച്ചിട്ടുണ്ട്? ദൈവമേ, ഞാൻ എണ്ണേണ്ടി വരും. തിരിച്ച് വീട്ടിൽ പോകാനുള്ളതാണ്. തൽക്കാലം കൂടുതൽ കഷ്ടപ്പെടുത്തണ്ട, അടുത്തത് വരുന്നുണ്ടല്ലോ. ഓൺ ദ സ്പോട്ട് ഓൺ റേഡിയോ മാംഗോ 91.9 നാട്ടിലെങ്കും പാട്ടായി.